ഞാൻ ചെമ്മീൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ശരിയായ രീതിയിലുള്ള ചെമ്മീൻ ബിരിയാണി ഒന്നുമല്ല. എൻ്റെ മോൻ്റെ പിറന്നാളായതുകൊണ്ട് എൻ്റെ ശരിയായ പാചകമൊന്നും എനിക്കറിയില്ല. കറിയുന്ന പോലെയുള്ളൊരു ചെമ്മീൻ ബിരിയാണി. അതുകൊണ്ട് ആദ്യം ചെമ്മീൻ വറുത്തെടുക്കുകയാണ്. ചെമ്മീൻ ചൂടായപ്പോൾ ഞങ്ങൾ എടുത്ത് മാറ്റിയാണ്. ഒരു ഉള്ളി മുറിച്ചത്, പിന്നെ 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരകം ഇത് ഒന്നും കൂടി അരച്ചതാണ്. പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കുകയാണ്. എന്തുകൊണ്ട് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് തക്കാളി ഇടുന്നുണ്ട്. തക്കാളിൻ്റെ പച്ചമണം മാറുന്നവരെ കുറച്ച് നേരം ഇളക്കുകയാണ്. അതിലേക്ക് 1 സ്പൂണ് സാദാ മുളക് പൊടി, 1/2 സ്പൂണ് കാശ്മീരി മുളക്, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ 1/2 സ്പൂണ് ഗരം മസാല പൊടി ചേർത്ത് നടക്കുന്നതാണ്. അതിലേക്ക് ഞാൻ വറുത്ത് വെച്ച ചെമ്മീനും കൂടി ചേർത്ത് ഒന്നും കൂടി ഇളക്കുന്നതാണ്. കുറച്ച് തൈരും കൂടി ചേർക്കുകയാണ്, പുളിപ്പ് വരാൻ വേണ്ടിയിട്ട്. ഈ മിശ്രിതം ഞാൻ കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കുകയാണ്. ഇതിലേക്കുള്ള ചോറ് റെഡിയാക്കാൻ പോവുകയാണ്. അപ്പം അതിലേക്ക് ചെമ്മീൻ ചോറിന് വേണ്ട ചോറ് തയ്യാറാക്കുകയാണ്. 1 സ്പൂണ് നെയ്യ് ചേർക്കുന്നു. അതിലേക്ക് ഗ്രാമ്പു, പട്ട, ഇത്രയും മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. കുറച്ച് ക്യാരറ്റും കൂടി ചേർക്കുന്നതാണ്. ഇതിലേക്ക് അരി ചേർക്കുന്നതാണ്. രണ്ട് ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളമാണ്. ഞാനതിലേക്ക് തിളച്ച വെള്ളമാണ്. ഒരു നുള്ളു ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. നന്നാക്കിയിട്ട് കുറച്ച് നേരത്തേക്ക് അടച്ച് വെക്കുന്നതാണ്. വേവിച്ച് വെച്ച ചോറ് ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. ബിരിയാണിയിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടി ചേർക്കുന്നതാണ്. ഒരു നുള്ള്
1 സ്പൂൺ നെയ്യും കൂടി ചേർക്കുന്നുണ്ട്. അപ്പം എൻ്റെ ഈ ബിരിയാണി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ അഭിപ്രായം പറയണം. എൻ്റെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം.